കക്കയം മലയോര മേഖലയിലെ ഡാം സൈറ്റ് റോഡിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടുപോത്തുകൾ എത്തിയെന്നതാണ് വാർത്ത. അപ്പം ഡാം റോഡിലെ 7-ാം പാലത്തിന് സമീപം മണ്ണനാൽ സ്കറിയ, കുന്നുംപുറത്ത് രാമേന്ദ്രൻ, കൊച്ചുപുരക്കൽ സജി, ജോൺസൺ എന്നിവരുടെ വീടിൻ്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ കാട്ടുപോത്തുകൾ താവളമടിച്ചത്. ഇത് കാരണം കൃഷിയിടങ്ങളിൽ തൊഴിലേർപ്പെടുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ നാട്ടുകാർ ഭയപ്പെടുകയാണ്. കക്കയത്തെ കർഷകൻ പാലാട്ടി ലബ്രാവിനെ കാട്ടുപോത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം മുമ്പ് നടന്നതാണ്. സംഭവത്തെ തുടർന്ന് ഈ മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന്, അതായത് വേലി സ്ഥാപിക്കുമെന്ന് കലക്ടർ പ്രദേശവാസികൾ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് പാലിച്ചിട്ടില്ല ഇതുവരെ. അത് പാലിക്കണമെന്ന് കക്കയം വാലി റെസിഡൻസ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. അപ്പം ജോൺസൺ കക്കയം ആ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സജി കൊച്ചുപുരക്കൽ, ജോർജ് കോയിക്കുന്നേൽ, ബെന്നി കുറുമുട്ടത്ത്, ആന്റണി വേമ്പുവിള, ബിജു പൂവത്തിങ്ങൽ എന്നിവരാണ് യോഗത്തിൽ സംസാരിച്ചത്. അപ്പം ഇവരൊരു ആശങ്കയാണ്. കാരണം നിങ്ങൾ നോക്കൂ, രാവിലെ തന്നെ നമ്മൾ പണിയായുധമൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് അവരെ കാർഷികയിടങ്ങളിൽ ഒരു കൂട്ടം കാട്ടുപോത്ത്, നിങ്ങളതിൻ്റെ ഫേസൊക്കെ ഒന്ന് നോക്കൂ, വളരെ ശൗര്യത്തോടെ എനിക്ക് തോന്നുന്നു ഏതൊരു ഇതിൽ വായിച്ചതാണ്, ഒരു ഓട്ടത്തിൽ ഒരു ഇടുക്കി തന്നെ ഒരു 2000 കിലോഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ടാകത്രേ. അപ്പം ഒരു മനുഷ്യൻ്റെ ഒക്കെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി വെയിറ്റും കൂടിയുള്ള ഈ സാധനത്തിനോടൊക്കെ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വെറുതെ കുടഞ്ഞാൽ മതി എന്നാണ് തോന്നുന്നത്. അപ്പം അത് വലിയൊരു ആശങ്കയാണ് അവിടുത്തെ കർഷകർക്ക്. അപ്പോൾ കക്കയം മേഖലയിൽ ഈ കാട്ടുപോത്ത് നാട്ടിലിറങ്ങുന്നതിന് കമ്പി വേലി കെട്ടിയിട്ട് അത് സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം, അതിന് വർഷങ്ങൾ പഴക്കമുണ്ട്. അതിന് ജില്ലാ കളക്ടർ ഇടപെടണമെന്ന റിക്വസ്റ്റ് കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്.